ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചെറുപുഷ്പം പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജൂൺ മാസം തിരുഹൃദയത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന മാസമാണെന്ന് നമുക്കറിയാം. പെന്തക്കോസ്ത കഴിഞ്ഞു വരുന്ന 19-ാം ദിവസമാണ് തിരുഹൃദയ തിരുനാൾ. ഈ മാസം ജൂൺ മാസം 16-ാം തീയതി വെള്ളിയാഴ്ചയാണ്. ഇത്തരുണത്തിൽ തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇതിൽ തിരുഹൃദയം എന്താണ്, തിരുഹൃദയ ഭക്തി എന്തിനു വേണ്ടി, തിരുഹൃദയ ഭക്തി സഭയിൽ എപ്പോൾ ആരംഭിച്ചു, തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് ഈശോ നൽകിയിട്ടുള്ള പ്രബോധനങ്ങൾ, മാർഗരറ്റ് മേരി അലക്കോക്ക് എന്ന പുണ്യവതിക്ക് ഈശോ നൽകിയ ദർശനങ്ങൾ, സഭയിൽ തിരുഹൃദയ വണക്കം എങ്ങനെ കൊണ്ടാടുന്നു, ഇവയൊക്കെയാണ് ഈ വീഡിയോയിലെ പ്രതിപാദ്യങ്ങൾ. തിരുഹൃദയ വണക്കത്തെക്കുറിച്ച്, തിരുഹൃദയം എന്താണ്, അത് വാചീയ അർത്ഥത്തിലല്ല ഈ ഹൃദയത്തെക്കുറിച്ച് നാം എടുക്കേണ്ടത്, മറിച്ച് ആത്മീയ തലത്തിലാണ് നാം അതെടുക്കേണ്ടത്. അത് ഈശോയുടെ ഹൃദയമാണോ, അത് ഈശോയുടെ മനസ്സാണോ, അത് ഈശോയുടെ മനോഭാവമാണോ, അത് ഈശോയുടെ വ്യക്തിത്വമാണോ, അതോ ഈശോയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന നന്മകളാണോ എന്നൊക്കെ ചോദിച്ചാൽ ഇതെല്ലാമാണ് ഈശോയുടെ തിരുഹൃദയം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കണം. 2 കള്ളന്മാരുടെ മധ്യേ ഈശോ ഗാഗുൽത്താ മലയിൽ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു. ഈശോയുടെ ഹൃദയത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. അതോടൊപ്പം തന്നെ കള്ളൻ്റെ ഹൃദയത്തിലേക്കും നമുക്കൊന്ന് നോക്കാം. യേശുവിൻ്റെയും കള്ളൻ്റെയും ഹൃദയങ്ങൾ ഒരുപോലെയാണോ, വ്യത്യസ്തമാണോ? എന്താണ് കള്ളൻ്റെയും യേശുവിൻ്റെയും ഹൃദയം തമ്മിലുള്ള വ്യത്യാസം? യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് നിർഗളിക്കുന്നത് സ്നേഹമാണ്, അത് ക്ഷമയാണ്, ദയയാണ്, കരുണയാണ്. എന്നാൽ കള്ളൻ്റെ ഹൃദയത്തിൽ നിന്ന് നിർഗളിക്കുന്നത് സ്നേഹത്തിന് വിപരീതമായ എല്ലാമാണ്. വിദ്വേഷമാണ്, വെറുപ്പാണ്, വൈരാഗ്യമാണ്, പ്രതികാരമാണ്, ശകാരങ്ങളാണ്, അസൂയയാണ്. അങ്ങനെ തിന്മകൾ നിറഞ്ഞതാണ് കള്ളൻ്റെ ഹൃദയം. എന്നാൽ യേശുവിൻ്റെ ഹൃദയമോ, യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹമാണ് നിർഗളിക്കുന്നത്. യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ പട്ടാളക്കാർ നിന്നുകൊണ്ട് ആക്രോശിക്കുന്നുണ്ട്, നീ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായല്ലേ, നീ കുരിശിൽ നിന്ന് ഇറങ്ങി വാ, എന്നിട്ട് നിന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്നുണ്ട്. പടയാളികളിൽ ഒരുവൻ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് വിലാപ്പുറത്തേക്ക് കുന്തം കൊണ്ട് കുത്തുന്നു. ഈശോയുടെ ഹൃദയം വളരുന്നു. ഹൃദയത്തിൽ നിന്ന് നിർഗളിക്കുന്നത് വെള്ളവും ജലവുമാണ്.
യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് നിർഗളിച്ച വെള്ളവും രക്തവും പടയാളികളുടെ കണ്ണിൽ, പൊട്ടക്കണ്ണനായ പടയാളിയുടെ കണ്ണിൽ ഒരിറ്റ് വീഴ്ത്തുന്നു. അവന് കാഴ്ച ലഭിക്കുന്നു. ശത്രുവിനെ സ്നേഹിക്കുവേൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ എന്ന് ഈശോ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 44 പറയുന്നുണ്ട്. അത് കുരിശിൽ പ്രാവർത്തികമാക്കുന്നുണ്ട്. അതാണ് യേശുവിൻ്റെ ഹൃദയം. എന്നാൽ കള്ളൻ്റെ ഹൃദയത്തിൽ നിന്ന് നിർഗളിച്ചത് എല്ലാ തിന്മകളുമാണ്. അത് മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്ന തിന്മകളാണ്. വിദ്വേഷം, അതവൻ്റെ പ്രവൃത്തിയിൽ നിന്ന്, സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. വെറുപ്പ്, വൈരാഗ്യം, പ്രതികാര മനോഭാവം എല്ലാം കള്ളൻ്റെ ഹൃദയത്തിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും. ഈശോയുടെ ഹൃദയത്തിൽ സ്നേഹം മാത്രമാണുള്ളത്. അതുകൊണ്ടാണ് പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശുവിന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത്. ഇതാണ് യേശുവിൻ്റെ മനോഭാവം. അതാണ് യേശുവിൻ്റെ ഹൃദയം. ആ ഹൃദയത്തിൽ നിന്ന് നിർഗളിക്കുന്നത് ക്ഷമയാണ്. ശത്രുവിനോട് ക്ഷമിക്കുവാൻ ഈശോയ്ക്ക് കഴിയുന്നുണ്ട്. ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈശോയ്ക്ക് കഴിയുന്നുണ്ട്. ശത്രുവിനോട് ദയ കാണിക്കുവാൻ ഈശോയ്ക്ക് കഴിയുന്നുണ്ട്. ഈ കരുണ കാണിക്കുവാൻ ഈശോയ്ക്ക് കഴിയുന്നുണ്ട്. യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ പ്രത്യേകത അതാണ്. എല്ലാ നന്മകളും നിറഞ്ഞു നിൽക്കുന്നതാണ് യേശുവിൻ്റെ ഹൃദയം. സ്നേഹവും സമാധാനവും ആനന്ദവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും മറ്റ് പ്രോത്സാഹനജനകമായ മറ്റ് വികാരങ്ങളുമെല്ലാം യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് നിർഗളിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നന്മകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഹൃദയമാണ് യേശുവിൻ്റെ ഹൃദയം. അവിടെ നിന്ന് നന്മ മാത്രമേ പുറപ്പെടുന്നുള്ളൂ. അവിടെ നിന്ന് തിന്മകൾ ഒന്നും തന്നെ പുറപ്പെടുന്നില്ല. യേശുവിൻ്റെ ഹൃദയം സകല നിക്ഷേപങ്ങളുടെയും ദൈവത്വത്തിൻ്റെയും പൂർണ്ണത സമഗ്രമായി അടങ്ങിയിരിക്കുന്നു. അതിനാൽ ഈശോയുടെ തിരുഹൃദയത്തോട് നാം ഭക്തിയോട് ആരാധിക്കുകയും വണങ്ങുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഈശോയുടെ തിരുഹൃദയം ദൈവത്തിൻ്റെ പരിശുദ്ധാലയമാണ്. ഈശോയുടെ സ്നേഹത്തിൻ്റെ കേന്ദ്രമാണ് ഈശോയുടെ ഹൃദയം. സകല പുണ്യങ്ങളും നിറഞ്ഞതാണ് യേശുവിൻ്റെ ഹൃദയം. അത് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഉറവിടമാണ്. ഈശോയുടെ തിരുഹൃദയം ജീവൻ്റെയും വിശുദ്ധിയുടെയും ഉറവിടമാണ്. യേശുവിൻ്റെ തിരുഹൃദയം എല്ലാ നന്മകളും നിറഞ്ഞതാണ്. ആ തിരുഹൃദയത്തെ വണങ്ങുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ഓരോ വിശ്വാസിയും ചെയ്യേണ്ടതാണ്.
യേശുവിൻ്റെ തിരുഹൃദയത്തെ വണങ്ങുന്നതിൻ്റെ ഔചിത്യം, എന്തിനു വേണ്ടി നാം യേശുവിൻ്റെ തിരുഹൃദയത്തെ വണങ്ങണം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമാണ് നാം ഇപ്പോൾ കണ്ടത്. യേശുവിൻ്റെ തിരുഹൃദയത്തെ വണങ്ങിയാൽ നമുക്ക് എന്ത് കിട്ടും? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 19 നമ്മളിങ്ങനൊരു വചനം കാണുന്നുണ്ട്. അവർക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകും, അവരിൽ ഞാനൊരു പുതിയ ചൈതന്യം നിക്ഷേപിക്കും, ഞാൻ അവരുടെ ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം നൽകുമെന്ന്. യേശുവിൻ്റെ തിരുഹൃദയത്തെ വണങ്ങുമ്പോൾ നമ്മളുടെ ഹൃദയത്തിനൊരു രൂപാന്തരീകരണം ഉണ്ടാകുന്നു. യേശുവിൻ്റെ തിരുഹൃദയത്തിന് ഒത്തതായ ഒരു ഹൃദയത്തിലേക്ക് നാം മാറ്റപ്പെടുന്നു. സ്നേഹവും സമാധാനവും സന്തോഷവും ആനന്ദവും നന്മയും വിശ്വസ്തതയും ആത്മസംയമനവും യേശുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപരായി നാം ഓരോരുത്തരും മാറ്റപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോട് നാം ഭക്തിയാദരവോട് പ്രാർത്ഥിക്കുമ്പോഴാണ്. ഈ പുണ്യത്തിനായി നമുക്ക് ചോദിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7 ദൈവത്തിൻ്റെ വചനം പറയുന്നു, ചോദിക്കുവേൻ നിങ്ങൾക്ക് ലഭിക്കും. മാറ്റമില്ലാത്ത വചനമാണ് യേശു ക്രിസ്തുവിൻ്റെ വചനം. മത്തായി 24:35 നാം വായിക്കുന്നു, മാറ്റമില്ലാത്ത വചനമാണ്. ആകാശത്തിൽ മാറ്റമുണ്ടാകാം, ഭൂമിയിൽ മാറ്റമുണ്ടാകാം, എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ലാത്ത വചനമാണ്. നമുക്ക് ഈ വചനത്തെ ആശ്രയിച്ചുകൊണ്ട് ഈശോയോട് ചോദിക്കാം, ഈശോയെ, എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയത്തിന് തുല്യമാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തന പുസ്തകത്തിൽ 51-ാം അധ്യായത്തിൻ്റെ 10 ഇപ്രകാരം പറയുന്നു, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം നീ എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം നീ എന്നിൽ നിക്ഷേപിക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എൻ്റെ ഹൃദയത്തെ നിൻ്റെ ഹൃദയത്തിനോട് തുല്യമായ ഒരു ഹൃദയമാക്കി മാറ്റണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് ഈ ജൂൺ മാസത്തിൽ തിരുഹൃദയ വണക്കം നാം ആഘോഷിക്കുമ്പോൾ ഈശോയോട് ചോദിക്കേണ്ടത്. ഈ ഭക്തി പ്രസ്ഥാനം ഏതാണ്ട് 11-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചതാണ്. തിരുഹൃദയ വണക്കം 11-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചു. സഭാപിതാക്കന്മാരായ വിശുദ്ധ അംബ്രോസിൻ്റെയും ജെറോമിൻ്റെയും അഗസ്റ്റിൻ്റെയും രക്തസാക്ഷിയായ ജസ്റ്റിൻ്റെയും കാലത്താണ് തിരുഹൃദയ വണക്കം സഭയിൽ ആരംഭിച്ചത്. ആദ്യ തിരുഹൃദയ തിരുനാൾ കൊണ്ടാടിയത് 1765 ഫ്രാൻസിലാണ്. തിരുഹൃദയ വണക്കത്തിനായി പാപ്പാമാരെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ പോലും ഒരു പ്രത്യേക ശ്ലൈഹിക ലേഖനം അതിനുവേണ്ടി പുറപ്പെടുവിച്ചു. ആഗോള കത്തോലിക്ക സഭയിൽ തിരുഹൃദയ വണക്കം സാഘോഷം കൊണ്ടാടുന്നു. അതോടൊപ്പം തന്നെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഭക്തി പ്രസ്ഥാനം അതിൻ്റെ ഉച്ചകോടിയിലെത്തിയത് മാർഗ്രറ്റ് മേരി അലക്കോക്ക് എന്ന ഫ്രഞ്ച് സന്യാസിനിക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ്. ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഒരു ഭക്തയായിരുന്നു, ഈശോയുടെ ഭക്തയായിരുന്നു മാർഗ്രറ്റ് മേരി അലക്കോക്ക്. യേശുവിൻ്റെ തിരുത്തോളിലെ
വ്രണങ്ങൾ, മുറിവുകൾ ധ്യാനിക്കുക. അതുപോലെ ഈശോയുടെ പീഡാസഹനത്തെ ധ്യാനിക്കുക. ഈ പുണ്യവതി എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. 1673 മുതൽ 75 വരെ ഉള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ പുണ്യവതിക്ക് പല പ്രാവശ്യം ദർശനം നൽകുകയും തിരുഹൃദയ വണക്കത്തെക്കുറിച്ച് പല വെളിപ്പെടുത്തലുകൾ നൽകുകയും ചെയ്തു. മാസത്തിൻ്റെ എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും യോഗ്യതയോടുകൂടി പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. വ്യാഴാഴ്ചകളിൽ 1 മണിക്കൂർ ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ ആരാധന നടത്തണം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷമായി കൊണ്ടാടണം തുടങ്ങിയവയായിരുന്നു ഈശോ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് നൽകിയ വെളിപ്പെടുത്തലുകൾ. അതോടൊപ്പം തന്നെ ഈ പുണ്യവതിക്ക് ഈശോ 12 വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. അതിൽ സമാധാനമാണ്, കുടുംബസമാധാനം. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സമാധാനമില്ലാത്ത കുടുംബ അന്തരീക്ഷമാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കാൻ മക്കൾക്ക് കഴിയുന്നില്ല. മരുമക്കൾക്ക് അപ്പനോടും അമ്മയോടും സ്നേഹമില്ല. ഭർത്താവിനോട് സ്നേഹമില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമില്ല. ഭർത്താവിന് ഭാര്യയോട് സ്നേഹമില്ല. പരസ്പരം കലഹിക്കുന്ന ജീവിതാന്തരീക്ഷം, കുടുംബാന്തരീക്ഷം. ഈ സമയം നാം എന്താണ് ചെയ്യേണ്ടത്? ഈശോയുടെ വാഗ്ദത്തത്തിലേക്ക് നമുക്ക് നോക്കാം. അവിടുന്ന് പറഞ്ഞു, എൻ്റെ തിരുഹൃദയത്തെ വണങ്ങുന്നവരുടെ കുടുംബങ്ങളെ ഞാൻ അവിടെ സമാധാനം നിലനിർത്തും എന്ന്. കുടുംബസമാധാനത്തിന് വേണ്ടി നമുക്ക് തിരുഹൃദയ വണക്കം സാഘോഷം കൊണ്ടാടാം. അതുപോലെ തിരുഹൃദയ തിരുരൂപം ഓരോ കുടുംബങ്ങളിലും തിരുഹൃദയത്തിൻ്റെ രൂപം പ്രതിഷ്ഠിക്കുകയും അതിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഈശോയുടെ തിരുഹൃദയ ഭക്തരോട് അവരുടെ ക്ലേശങ്ങളിൽ ഈശോ ആശ്വാസമായി എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് ഈ പുണ്യവതിയോട് ഈശോ പറഞ്ഞു. ജീവിതത്തിൽ വിശിഷ്യ മരണനേരത്ത് അഭയമായി ഈശോ അവരുടെ കൂടെ ഉണ്ടായിരിക്കും. പരിശ്രമങ്ങളിൽ വിജയം നൽകും. പാപികളോട് കരുണ കാണിക്കും, കരുണയോട് പെരുമാറും. മന്ദഭക്തർ തീഷ്ണതയുള്ളവരായിത്തീരും. തീഷ്ണതയുള്ളവരുടെ തീഷ്ണത വർദ്ധിപ്പിക്കും. ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ ഈശോയുടെ ഹൃദയത്തിൽ എഴുതപ്പെടും. അതൊരിക്കലും ആ ഹൃദയത്തിൽ നിന്ന് മാറ്റുകയില്ല. 9 മാസാദ്യ വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്തുതിക്കായി മുടങ്ങാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ കൂദാശകൾ സ്വീകരിക്കാതെ മരിക്കുകയില്ല. ഈശോയുടെ തിരുഹൃദയ വാഗ്ദാനങ്ങൾക്കപ്പുറം മനുഷ്യന് എന്താണ് വേണ്ടത്? മനുഷ്യനാവശ്യമായ എല്ലാ നന്മകളും ഈ 12 വാഗ്ദാനങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തിരുഹൃദയ ഭക്തി, തിരുഹൃദയത്തോടുള്ള വണക്കം നമുക്ക് കൊണ്ടാടാം. ഈശോയുടെ തിരുഹൃദയം മിക്ക കത്തോലിക്ക കുടുംബങ്ങളിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ പ്രതിഷ്ഠയിലേക്ക്, ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ ഈശോയുടെ തിരുഹൃദയത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വെളിയിലാണ്. യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് നമുക്ക് നോക്കാം. ആ ഹൃദയത്തിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ട്. കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഹൃദയമാണ് ഈശോയുടെ ഹൃദയം. ആ ഹൃദയത്തിൻ്റെ ചുറ്റും മുള്ളുകൊണ്ടുള്ള
ചങ്ങല കൊണ്ട് ചുറ്റും പൊതിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഹൃദയത്തിൻ്റെ 4 വശത്തും ജ്വാല കാണാം. അത് സ്നേഹാഗ്നി ജ്വാലയാണ്. തിരുഹൃദയത്തിൻ്റെ മുകളിൽ ഒരു കുരിശുമുണ്ട്. ഇതെല്ലാം പ്രതീകങ്ങളാണ്. ഈശോയുടെ കുരിശുമരണത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈശോ ഹൃദയത്തിൽ നിന്ന് നിർഗളിക്കുന്ന, പുറത്തേക്ക് വമിക്കുന്ന രക്തം സഹനങ്ങളുടെ രൂപമാണ്. ഈ മുള്ളുകൾ കുത്തി തറച്ച് ഈശോയുടെ ഹൃദയത്തിലേക്ക് തറച്ചിരിക്കുന്നത്. സ്നേഹാഗ്നിജ്വാല ഈശോയിൽ നിന്ന് വമിക്കുന്നത്, പുറത്തേക്ക് വരുന്നത് സ്നേഹമാണ്. അവിടുത്തെ ഹൃദയത്തിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. കുരിശ് രക്ഷയുടെ അടയാളമാണ്, ആശ്വാസത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടയാളമാണ്. ഈ തിരുഹൃദയത്തിലേക്ക് നമുക്ക് നോക്കാം. ഈ തിരുഹൃദയത്തെ, അതിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് ധ്യാനാത്മകമായി ധ്യാനിച്ച് അനുഗ്രഹം പ്രാപിക്കാം. ഈശോ നൽകിയ വാഗ്ദാനം നമുക്ക് ഓരോരുത്തർക്കും സമൃദ്ധമായി ലഭിക്കട്ടെ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം.